ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഥയും കാര്യവും എന്ന നമ്മുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 1860 മുതൽ 64 വരെയുള്ള സമയത്ത് അമേരിക്കയിലെ സിവിൽ വാറിന് സെൻട്രി ഡ്യൂട്ടിയിലായിരുന്ന ഒരു യുവ സൈനികൻ ഉറങ്ങിപ്പോയി. അത് തൻ്റെ ഡ്യൂട്ടിയിൽ വരുത്തിയ വലിയൊരു വീഴ്ചയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ കോർട്ട് മാർഷ്യൽ ചെയ്തിട്ട് മരണത്തിന് ഓർഡർ ഇട്ടു കമാൻഡർ. ഈ യുവ പട്ടാളക്കാരൻ ഭവനത്തിലെ ഏക മകനായതുകൊണ്ട് അവന്റെ പിതാവില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഈ അമ്മ ഈ വിവരം അറിഞ്ഞ് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഏബ്രഹാം ലിങ്കനെ കണ്ട് ദയാഹർജി കൊടുത്തു, മാപ്പ് അപേക്ഷിച്ചു. ഏബ്രഹാം ലിങ്കൻ വളരെയധികം ഈ മാതാവിനെ കുറിച്ച് ചിന്തിച്ചിട്ട് തനിക്ക് അവരോട് വളരെ അനുകമ്പയുണ്ടായി. അങ്ങനെ ആ പട്ടാളക്കാരനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ അദ്ദേഹം ഓർഡർ ഇട്ടു. ഈ ഓർഡർ ഇട്ട സമയത്ത് ഈ പട്ടാളക്കാരനെ വിളിച്ചിട്ട് ഏബ്രഹാം ലിങ്കൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഫ്രം നൗ ഓൺ യു ഓ യുവർ ലൈഫ് ടു മീ. ഇപ്പോൾ മുതൽ നീ എനിക്ക് കടപ്പെട്ടവനാണ്, നിന്റെ ജീവന് നീ കടപ്പെട്ടവനാണ്, എന്നോട് മാത്രം നിനക്ക് കടപ്പാടുണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ പട്ടാളക്കാരൻ ഗെറ്റിസ്ബർഗിൽ നടന്ന യുദ്ധത്തിൽ, പെൻസിൽവേനിയയിലെ ഗെറ്റിസ്ബർഗിൽ നടന്ന യുദ്ധത്തില് പരിക്കേറ്റ് മരണത്തോട് അടുത്തു. ആ സമയം പെട്ടെന്ന് അദ്ദേഹം തന്റെ കൂട്ടുകാരെ വിളിച്ച് അവരോട് പറഞ്ഞു, ഏബ്രഹാം ലിങ്കനോട്, ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന അദ്ദേഹത്തോട് ഒരു കാര്യം ദയവായിട്ട് നിങ്ങൾ ചെന്ന് പറയണം. അവിടുന്ന് എനിക്ക് ദാനമായിട്ട് തന്ന ജീവൻ ഞാന് തിരിച്ച് അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ടായി. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന് എത്രമാത്രം നമ്മൾ കടപ്പെട്ടവരാണ്, കർത്താവിനോട് കടപ്പെട്ടവരാണ് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നാം മരണത്തിന് ഏൽപ്പിക്കപ്പെടുവാൻ തക്കതായ പാപം ഉള്ളപ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന്. പുരാണങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പാപോഹം, പാപകർമ്മോഹം, പാപാത്മാ, പാപസംഭവ. ഞാൻ മുഴുവൻ പാപിയാണ്, ഞാൻ പാപത്തിലാണ് ജനിച്ചത്, എൻ്റെ കർമ്മം മുഴുവൻ പാപമാണ് എന്ന് നമ്മൾ വായിക്കുന്നു. ഏതായാലും നമ്മെ പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് വിടുവിച്ചത് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് നിങ്ങളും ഞാനും എല്ലാം കടപ്പാട് ഉള്ളത്, നമുക്കെല്ലാം കടപ്പാടുള്ളത് നമ്മെ രക്ഷിച്ച, നമ്മെ വീണ്ടെടുത്ത കർത്താവിനോടാണ്. കാരണം നമ്മൾക്ക് വേണ്ടി അവൻ ജീവൻ വെടിഞ്ഞു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ മരണമേറ്റു. അതുകൊണ്ട് നമുക്ക് കടപ്പാട് അവനോടുണ്ട്. മുൻപ് ഞാൻ വായിച്ച ഒരു പുസ്തകത്തില് ആ എഴുത്തുകാരൻ എഴുതിയിരുന്നു,
ജീവന്റെ അർത്ഥം എന്താണെന്ന്, മരണഭീതി ഒഴിവാക്കിയ ജീവന്റെ അർത്ഥം എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത് ഒരേ ഒരാൾക്ക് മാത്രമാണ്, ബറബ്ബാസിനാണ് എന്ന്. ബറബ്ബാസ് മരിക്കേണ്ട സ്ഥാനത്ത് അതിന് പകരക്കാരനായിട്ട് യേശു മരിച്ചു. യേശു ക്രൂശില് കിടക്കുമ്പോൾ ഈ ബറബ്ബാസ് ആ ക്രൂശിന്റെ ചുവട്ടിൽ ചെന്ന് നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. കഥാകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്റെ സ്ഥാനത്ത് അവൻ മരിച്ചു, എന്റെ സ്ഥാനത്ത് നിഷ്കളങ്കനായ യേശു മരിച്ചു എന്ന് പറയുന്നതായിട്ട്. നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി പകരക്കാരനായി തീർന്ന യേശുവാണ്. അതുകൊണ്ട് നമ്മുടെ വിധേയത്വവും നമ്മുടെ കടപ്പാടും കർത്താവിനോട് മാത്രമായിരിക്കണം എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജ്ഞാനകീർത്തനത്തില് നമ്മൾ ഒരു പാട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: ജീവൻ ഞാൻ തന്നു, രക്തം ചൊരിഞ്ഞു, നിന്നെ വീണ്ടെടുപ്പാൻ നീയെന്നും ജീവിപ്പാൻ ജീവൻ ഞാൻ തന്നു, എന്തു ചെയ്തെനിക്ക്. അവൻ സകലവും തന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകി. നാം അവന് വേണ്ടി എന്ത് പകരം ചെയ്യും? പ്രിയ സ്നേഹിതരെ, അവൻ നമുക്ക് വേണ്ടി ചെയ്തതിന് പകരം ചെയ്യുവാൻ നമുക്ക് ആകില്ല. എങ്കിലും പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവൻ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ളതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അവന് വേണ്ടി തുടർന്നും ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.